അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും തസ്ലീസ് ഡ്രീം എന്ന എൻ്റെ ചാനലിലേക്കും ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഉമ്മ പന്നിയെ പേടിച്ചിട്ട് ചാക്കിൽ ചേമ്പ് നട്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ചാക്കിലും പന്നി എത്തി. ചാക്കിലെ ചേമ്പ് നമുക്ക് ഈ പ്രാവശ്യം അങ്ങനെയൊന്നും കിട്ടിയില്ല. എന്നിട്ടെന്താ, ഉമ്മാക്ക് ചേമ്പ് വേണം. അതുകൊണ്ട് ഉമ്മ എന്ത് പണിയെടുത്തു, ടെറസിൻ്റെ മുകളിൽ ചാക്കിൽ തന്നെ ചേമ്പ് നട്ടു വെച്ചു. അതെൻ്റെ കൂട്ടുകാർക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ 2 ദിവസം നല്ല മഴ കിട്ടി. മാഷാ അല്ലാഹ്, ആ ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹെൽത്തിയായി വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോഡ്രി എന്നെന്തോ ഇതിൻ്റെ പേരുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് നട്ടതാണ്. ഇതെല്ലാം നല്ല അടിപൊളിയായി വളർന്നിട്ടുണ്ട്. ജിഞ്ചർ പ്ലാന്റും കലാത്തിയ അഗ്ലോണിമ ഇതെല്ലാം നല്ലപോലെ വളർന്നിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് 2 അതിഥികളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മിന്നൂട്ടി പ്രസവിച്ചു. മിന്നൂട്ടിക്ക് 2 നല്ല അടിപൊളി ക്യൂട്ടായ കുഞ്ഞു വാവകളുണ്ടായിട്ടുണ്ട്. അപ്പം അവരെയും ഞാൻ ഷെയർ ചെയ്യാം കൂട്ടുകാർക്ക്. ഇതേ കണ്ടോ, ഇവിടെ പാമുത്തു വാ. എന്താ ഇപ്പോൾ ഇവരെ ഞാൻ മുറ്റത്തേക്ക് ഇറക്കിയതാണ്. കണ്ടോ, മിന്നുവിൻ്റെ കുഞ്ഞു പാവ. 2 ഒരുപോലെ ഉണ്ട്, 2 ഒരേ കളറാണ്. അപ്പോൾ നമ്മുടെ അച്ചുവിന് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിക്കാനാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ട്. ഞാൻ അകത്തുനിന്ന് പുറത്താക്കിയതാണ് അവരെ. പുറത്തുള്ള ഇതൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ മൂത്രം ഒഴിക്കും എല്ലാം ചെയ്യും. ടോയ്ലറ്റൊക്കെ അകത്തന്നെ ആക്കും ഇവർ. എന്നിട്ട് ഞാൻ വൈകുന്നേരം പുറത്ത് വിടും, അതുപോലെ തന്നെ രാവിലെയും പുറത്ത് വിടും. അതുകൊണ്ട് മിന്നുവിന് എന്തോ ഒരു മൂടോട്ടാണ്. മിന്നു വിചാരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ കുഞ്ഞുങ്ങളെ തട്ടിക്കളയുമോ എന്നുള്ളൊരു പേടിയുണ്ട്. മിന്നു എന്നെ ഭയങ്കര പേടിയാണ്. എൻ്റെ സൗണ്ട് എവിടെ കേട്ടാലും മിന്നു നിൽക്കൂല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഉമ്മാൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള ചാക്കിലെ ചേമ്പ് കാണാം അല്ലേ. ഇതേ നമ്മുടെ ഫ്ലെയിം വയലറ്റെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ട് ചെയ്ത് കൊടുത്തതാണ് ഇതൊക്കെ. ചക്കര മുത്തളേ, ചക്കരി ബാ ബാ. ഇന്നു പൊന്നു ചോട്ടോ മോട്ടോ, കുറേ ദിവസമായില്ലേ നമ്മുടെ കൂട്ടുകാരൊക്കെ നിങ്ങളെ കണ്ടിട്ട്. എന്താ പറയാനുള്ളത് കൂട്ടുകാരോട്? വിമാനം പോകുന്നുണ്ട്. അയ്യേ, ഒരു മിനിറ്റ് മിസ്സായി പോയല്ലോ. എവിടെ മുകളിൽ കയറിയായിരുന്നെങ്കിൽ കാണാമായിരുന്നു. അപ്പം നമുക്ക് നേരെ ടെറസിൻ്റെ മുകളിലേക്ക് കയറാം അല്ലേ. അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. കുറേ ആയില്ലേ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. എന്താ, ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒജീനിയ പ്ലാന്റൊക്കെ വെട്ടിക്കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഇനി മഴ പിടിക്കുമ്പോഴത്തേക്കെല്ലാം വെട്ടി മാറ്റണം. നമ്മുടെ കാളപ്പൂവെല്ലാം ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൈമാസറാണി. മൈമാസറാണി ഒരുപാട് വിരിഞ്ഞു, കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട്. റോസയൊക്കെ എന്താ പറയുക, എന്തോ ഒരു മഞ്ഞ കളറായിട്ടുണ്ട്. എല്ലാം ഇനി അടിപൊളിയാക്കി എടുക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ മണിമുല്ലയിൽ മുട്ടിട്ടിട്ടുണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടീനിയ റീപ്പോർട്ടും പിന്നെ എന്താ പറയുക പ്രൂണിങ് എല്ലാം ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നടക്കൂല, മഴയല്ലേ. അപ്പം ഡിസംബർ ജനുവരി മാസത്തിൽ നമുക്ക് ചെയ്യാം. നിറയെ മുട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ടെറസിൻ്റെ മുകളിലോട്ട് പോകാം അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള ചേമ്പ് കാണാം. ടെറസിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോവാം. ഇതേ ടെറസിൻ്റെ മുകളിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ഉമ്മ. വേറെ ഒരാളെ ആക്കിയിട്ട് മണ്ണെല്ലാം ഇട്ടതാണ്. അതിലേക്ക് കരിയിലൊക്കെ
വീണിട്ടുണ്ട്, അതെല്ലാം മാറ്റണം. എന്നിട്ട് 2 ദിവസത്തെ മഴ കൊണ്ടിട്ട് മണ്ണെല്ലാം നനഞ്ഞു പോയി, ഇനിയെല്ലാം ശരിയാക്കി എടുക്കണം. കണ്ടോ, ഇവിടെ കുറച്ച് പച്ചക്കറി, തക്കാളി, പച്ചമുളക് എല്ലാം ഗ്രോ ബാഗിലും ചട്ടിയിലും എല്ലാം ആക്കിയിട്ട് വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെള്ളം ടാങ്കിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് വെള്ളം ഇങ്ങോട്ടാക്കി. കണ്ടില്ലേ പച്ചമുളകെല്ലാം. ഇതേ നല്ല അടിപൊളിയായിട്ട് വന്ന അബിയുമാണ്. ഉമ്മാൻ്റെ ധൃതി കാരണം ഉമ്മ എടുത്തിട്ട് മുകളിലോട്ട് കൊണ്ടുവച്ചു. അങ്ങനെ ടെറസിൻ്റെ മുകളിൽ ചൂടല്ലേ, അപ്പം അത് കരിഞ്ഞു പോയി. ഷറാവുമായിരിക്കും. പച്ചമുളക്, ചീര, വെള്ളം ഇങ്ങനെ നിറച്ച് വെക്കും. ഇപ്പോൾ 2 ദിവസം മഴ പെയ്തുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വെണ്ട, പിന്നെ തവര. കണ്ടോ, നിങ്ങൾ കണ്ടാൽ ഞെട്ടും. എൻ്റെ ഉമ്മാൻ്റെ ചാക്കിലെ ചേമ്പ് അത്രയ്ക്കും എന്താ പറയുക, 1 ഏക്കർ കണക്കിന് ചേമ്പുണ്ട്. ടേണ്ടടേ, കണ്ടോ, ഒരു 3-4 ചാക്കിലാണ് നട്ട് വെച്ചിട്ടുള്ളത്. എത്ര ചാക്കുണ്ടാവും? 2, 4, 6, 8, 10 ചാക്കിൽ ഇത്രയേ ഉള്ളൂ. എല്ലാ ചേമ്പിൻ്റെ കണ്ടെല്ലാം പണ്ടാര പന്നി തിന്നിട്ട് നശിപ്പിച്ച് വെച്ചു. അപ്പോൾ ഇത്രയും കിട്ടിയത് ലാഭം. അങ്ങനെ ഉമ്മ ചാക്കിൽ നട്ട് വെച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. ഈ മാവിൽ കഴിഞ്ഞ വർഷം ഒരുപാട് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ വർഷം മണപ്പിക്കാൻ പോലും ഒരു കണ്ടം ഇല്ല. അടുത്ത വർഷം ഉണ്ടാവുമായിരിക്കും അല്ലേ. അവിടുത്തെ മാവിൻ്റെ മരം മുറിച്ചത് കൊണ്ട് ഇതിന് പിണക്കമായിട്ടാണെന്നറിയില്ല, ദേഷ്യം വന്നിട്ടാണെന്നറിയില്ല. ഈ പ്രാവശ്യം അങ്ങനെ ഇവർ മാങ്ങ തിന്നണ്ടെന്ന് വിചാരിച്ചിട്ടാവാതാന്ന് തോന്നുന്നു. പിന്നെ അതേ നമ്മുടെ പേരക്ക അൽഹംദുലില്ലാ ഇഷ്ടം പോലെ കിട്ടി. എല്ലാം നമ്മൾ കഴിച്ചു, പറിച്ചു. എന്നെയുണ്ട് കുഞ്ഞ് പേരക്കകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം കണ്ടോ, മുകളിൽ ടെറസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. നീലാകാശം, കുന്നിൻ ചെരുവുകൾ. അപ്പോൾ നേരത്തെ ജസ്റ്റ് ഒന്ന് മിസ്സായിപ്പോയി. വിമാനം പോകുന്നത് കാണാമായിരുന്നു. കണ്ടില്ലേ, നമ്മുടെ ദേവതാര എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. അമ്മാതിരി പൊക്കത്തിലായിപ്പോയി. അപ്പം എന്താ പറയുക, ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ടൈമില്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എന്നും ഷോർട്സ് വീഡിയോ ആണ് ഇടുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല നല്ല വീഡിയോ എല്ലാം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.